ആദ്യം പാട്ടിട്ടുകൊണ്ട് ആസ്വദിച്ചൊരു യാത്രയായിരുന്നേ. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് പിന്നീട് ഇതാണ് കേട്ടോ യാത്രയിലെ അവസ്ഥ. പിന്നീട് പാട്ടുമില്ല, ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരാളും പേരുള്ള സ്ഥലത്ത് എത്തിയാൽ മതി എന്ന അവസ്ഥ. വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി ട്രിപ്പ് പോയിട്ട്, അങ്ങനെ ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് ട്രിപ്പ് പോകാമെന്ന് വെച്ചിറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ എവിടെ പോകണമെന്നുള്ള പ്ലാനിങ് ഒന്നുമില്ല. നമ്മളിങ്ങനെ അങ്ങ് ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് ട്രിപ്പിന് ഇറങ്ങിയത്. പോകുമ്പോഴും മനസ്സിൽ വിചാരിക്കുന്നില്ല നമ്മൾ എങ്ങോട്ടാണ്, ഏത് വഴി, എങ്ങനെ പോകണമെന്ന്. പക്ഷേ ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് കരുതിയിരുന്ന് നമ്മൾ ഇറങ്ങുന്നത് വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരം എന്ന് പറയുമ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേക്കും ഉമ്മയ്ക്ക് അതിൻ്റേതായ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് ഈ വൈകിട്ട് പോയിട്ട് രാത്രിയാകുമ്പം ഡ്രൈവ് ചെയ്യേണ്ടത്, ഉറങ്ങേണ്ടത് ഇതൊക്കെയുള്ള വിഷമമായിരുന്നു അവർക്ക്. അതവരുടെ മുഖത്ത് നന്നായിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോകുന്ന വഴിക്കാൻ ഒരു ചായയും ചെറുകടിയോടുകൂടി തന്നെ യാത്ര ആരംഭിച്ചു കേട്ടോ. ഇത് കരുനാഗപ്പള്ളി എത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണിത്. അവിടെ പിന്നീടായപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അഴീക്കൽ ബീച്ചിനടുത്ത് ഒന്ന് കുറച്ച് നേരം നിർത്തി പിള്ളേരെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് ഞങ്ങളെല്ലാവരും വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നു. പിന്നീട് ഇത് ഞങ്ങളെ യാത്രയില്ല, എറണാകുളവും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് നമ്മൾ ചാലക്കുടി വഴി, അതിരപ്പള്ളി റൂട്ട് വഴി പോകാനാണ്, വാൾപ്പാറ വഴി അങ്ങനെയൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. പോകുന്ന വഴിക്കാണെങ്കിൽ പ്ലാനിങ് ഒക്കെ. അങ്ങനെ ഇത് ഏകദേശം നമ്മുടെ ചാലക്കുടി എത്തിയതിന് ശേഷമുള്ള അവസ്ഥയാണ്. അപ്പം അപ്പോഴേ റോഡെല്ലാം നല്ല സൈലൻ്റായി. ഏകദേശം ഒരു വണ്ടി അപ്പോഴും പോലും 1 or 2 വന്നാലായി. നമ്മളായിരുന്നു ആ റോഡിലുള്ളായിരുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം നല്ല രാത്രിയായി. പിന്നീട് നമുക്ക് അങ്ങോട്ട് വഴി അറിയത്തില്ലല്ലോ. അങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള അന്വേഷണത്തിൻ്റെതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. പക്ഷേ നമുക്കിവിടെ നമ്മൾ സ്റ്റേ ചെയ്തില്ല. നമ്മൾ പിന്നെയും വിചാരിച്ച് കുറച്ചും കൂടി പോയിട്ട് സ്റ്റേ ചെയ്യാം. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമുക്ക് ഒന്നും കൂടി യാത്ര ചെന്നെത്താൻ എളുപ്പമാവുമല്ലോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഡ്രീം വേൾഡ് കണ്ടതാണ് ഇത്. അപ്പം പിന്നെ ആ ഡ്രീം വേൾഡിൻ്റെ വീഡിയോ ഞാനൊന്ന് എടുത്തു. ആ രാത്രി എടുത്തതാണ് ഇത്. അപ്പം ഈ വഴി കണ്ടോ, രാത്രി പോവുക. ഇത് നമ്മുടെ അതിരപ്പള്ളി റൂട്ടാണ്. അപ്പോഴത്തേക്കും ആ റൂട്ട്, ആ അതിരപ്പള്ളിയിലോട്ട് പോകുന്ന റൂട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയല്ലാതെ ഒരൊറ്റ വണ്ടി എതിരെ വന്നിട്ടില്ല. പോകുന്നതോടും നല്ല ഫോറസ്റ്റ് ഏരിയയാണ്. നന്നായിട്ട് പേടിച്ചിരുന്നു. മിസിരിയും ഞാനും ഷെയറൊക്കെ ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും വണ്ടിയിൽ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവരാരും അധികം ഈ റൂട്ടൊന്നും കണ്ടതുമില്ല കേട്ടോ. അപ്പോൾ അതുമാത്രമല്ല, നമ്മളീ പോകുന്ന ഇവിടെ ആനിമൽ ക്രോസിങ് ഏരിയയൊക്കെ ആയിരുന്നു. മാന എന്താ നമ്മുടെ വണ്ടി ക്രോസ് ചെയ്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. പക്ഷേ എൻ്റെ വീഡിയോ ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു കാഴ്ചയോട് കൂടിയാണ് നമ്മുടെ യാത്രയുടെ ലെവൽ തന്നെ മാറുന്നത് കേട്ടോ. നമ്മൾ പിന്നീട് പോയി ആ ഫോറസ്റ്റ് ഏരിയയിൽ തന്നെ കുറേ ചെന്നപ്പോഴത്തേക്കും നമുക്ക് അവിടെ റൂം അവൈലബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം കണ്ട റൂം തന്നെ പെട്ടെന്ന് അങ്ങ് എടുത്തു. കാര്യം നല്ല സ്ട്രേഞ്ചറായിട്ടുള്ള റോഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പിറ്റേ ദിവസം നേരം വെളുത്തതിന് ശേഷം ഞാൻ എടുത്ത വീഡിയോസാണിത്. പക്ഷേ ഈ ഒരു ദിവസം തൊട്ട് നമ്മുടെ മനസ്സിന് മൊത്തം പോസിറ്റീവ് വൈബാണ്. മറ്റത് മൊത്തം ഒരു നെഗറ്റീവായിരുന്നു, ഡാർക്കായിരുന്നു തലേ ദിവസം. എന്തായാലും ഇതിപ്പം നമ്മുടെ യാത്രയുടെ സന്തോഷത്തോടുകൂടിയുള്ള യാത്രയുടെ ഒരു സ്റ്റാർട്ടിങ് സത്യത്തിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഹാപ്പി ആയിട്ട് ഇറങ്ങിയെങ്കിലും പിന്നെ രാത്രി ആയതുകൊണ്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒത്തിരി രാത്രിയത്തെ ഡ്രൈവിങ്ങിൽ ആ കാലാവസ്ഥ, മഴയും ചെറിയ ചാറ്റൽ മഴയും ആ മൂകമായ റോഡും ഒക്കെ നന്നായിട്ടൊരു പേടിപ്പെടുത്തുന്ന റോഡായിരുന്നേ. എന്തായാലും ഇത് പിറ്റേ ദിവസം എന്തായാലും നന്നായിട്ട് നമ്മൾ ആസ്വദിച്ചു. വഴിയിൽ നല്ല കോടയും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മളെല്ലാവരും കൂടി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതാണ്.